എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാട്ടർ മെലണിൻ്റെ ജെല്ലി ഉണ്ടാക്കിയാലോ? ജെല്ലി എന്നോ വാട്ടർ മെലൺ പുഡിംഗ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഞാൻ കഴിക്കുന്നത് വാട്ടർ മെലൺ അല്ല കേട്ടോ, ഇറ്റ്സ് എ പുഡിംഗ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു വാട്ടർ മെലണാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പകുതിയുടെ കണക്കാണ് ഞാൻ പറയുന്നതും. അപ്പോൾ പകുതി വാട്ടർ മെലൺ മുറിച്ച് പകുതി നമ്മൾ മാറ്റി വെച്ചു. മുറിച്ച് എടുത്ത പകുതിയിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട് എടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണ്ടത് വാട്ടർ മെലണിൻ്റെ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ എല്ലാം എടുത്തു, ഫ്രൂട്ടെല്ലാം എടുത്ത് ഇത്രയുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ജ്യൂസാക്കി അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്യൂസ് എത്രയാണെന്ന് ഈ കപ്പ് വെച്ചിട്ട്, ഇത് ടീ കപ്പാണ്, ഈ കപ്പിൽ എത്ര കപ്പ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാം. അപ്പം എനിക്കിവിടെ കിട്ടിയത് 5 കപ്പാണ്. ഈ ടീ കപ്പിൽ 5 കപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അഞ്ച് കപ്പ് ജ്യൂസ് നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് കോൺഫ്ലവർ ആണ് ഞാൻ 5 കപ്പ് ജ്യൂസിലേക്ക് ചേർക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നമുക്ക് നന്നായി അലിയിച്ചെടുക്കാം. ശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം നമുക്ക് പഞ്ചസാര, ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ 5 കപ്പ് ജ്യൂസിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് പഞ്ചസാരയാണ്. അതേ കപ്പാണ് ഞാൻ മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 1.25 കപ്പ് പഞ്ചസാരയെ ലയിപ്പിക്കാനായിട്ട് ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ പഞ്ചസാര ലായനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞ് അതിലെ നീര് കൂടെ ചേർത്തിട്ടുണ്ട്. നാരങ്ങ ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് പഞ്ചസാര ലായനി മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വെച്ച് ബേണർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വാട്ടർ മെലൺ ജ്യൂസും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സർ നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും, കട്ടകളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും തോറും അത് കുറുകി വരും. ഈ കളറ് നിങ്ങൾ നോക്കണ്ട. ഈ കളറ് കുറച്ച് കഴിഞ്ഞ് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് വാട്ടർ മെലണിൻ്റെ കളർ തന്നെയാകും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള അമ്മമാരുടെ ചിന്തയല്ലേ 4 മണിക്ക് അവർ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്തുണ്ടാക്കി കൊടുക്കും എന്നുള്ളത്. ഇതൊന്ന് പരീക്ഷിച്ചോളൂ. കുട്ടികൾക്ക് ദാഹവും മാറും, വിശപ്പും മാറും. നല്ലൊരു ഡെസേർട്ടാണിത്. നമ്മുടെ വാട്ടർ മെലണിൻ്റെ കളറ് പതിയെ മാറി തുടങ്ങി. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കളറ് ഇതിന് കിട്ടും. ഒരു ഫുഡ് കളറും ഉപയോഗിക്കാതെ തന്നെ തണ്ണിമത്തൻ്റെ ഒറിജിനൽ കളറിലേക്ക് നമ്മുടെ ജെല്ലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ലായനി ഒഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഗ്ലൈസിങ് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരു പ്രത്യേക ഗ്ലാസ് എഫക്റ്റൊക്കെ വരാൻ തുടങ്ങി. കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം.
ഒരു ഫുഡ് കളറും ചേർക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവറും പഞ്ചസാരയും നാരങ്ങയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് ഹെൽത്തിയാണ്. കുട്ടികൾക്ക് കണ്ണടച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്നായിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലുമുള്ള മോൾഡിംഗ് കണ്ടെയ്നർ എടുക്കാവുന്നതാണ്. ഞാനിത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്ത വാട്ടർമെലണിൻ്റെ ബാക്കി ഭാഗം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് വാട്ടർമെലണിൻ്റെ സീഡ്സ് നമുക്ക് അതിൻ്റെ മേളിൽ ഒന്ന് തൂകി കൊടുത്താൽ, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വാട്ടർമെലൺ എഫക്റ്റും കിട്ടും. നമുക്കിത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാം. നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, അതിൻ്റെ പ്രസൻറ്റേഷനിൽ കൂടെയാണ് അല്ലേ? അത് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഓരോ ഓഫീസിലാണെങ്കിലും നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിനാണ് കാര്യം. അപ്പോൾ കുറച്ച് ജെല്ലി ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ പൊടിച്ചെടുത്ത പഞ്ചസാരയോ പാൽപ്പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. വേറൊരു ഷേപ്പ് ഇതാണ്. വാട്ടർമെലണിൻ്റെ സ്കിന്ന് കളയാതെ വെച്ചിരുന്നിട്ട് അതിനകത്ത് ജെല്ലി ഒഴിച്ചു വെച്ചതാണ് അത് ഞാൻ 2ആയി മുറിച്ചിട്ടുണ്ട്. ഐ ആം നോട്ട് എക്സാജറേറ്റിംഗ് ഗൈസ്, ഇറ്റ്സ് വെരി യം. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസേർട്ടായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.